ശങ്കര നേതാവാക്കിയ ചാക്കോ ചങ്കുപൊട്ടി മരിച്ചപ്പോൾ സങ്കടമുള്ളവർ കാണാതെ ശവം മറയ്ക്കാൻ നോക്കിയില്ലേ, ആർ ശങ്കരെ കൊലയാളി നിന്നെ പിന്നെ കണ്ടോളാം. കേരള കോൺഗ്രസിൻ്റെ പിറവിക്ക് കാരണമായ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. യഥാർത്ഥത്തിൽ ശങ്കറും ചാക്കോയും തമ്മിൽ അങ്ങനെ വലിയ ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ നേതാക്കൾക്കും കാണുമല്ലോ ചില പെട്ടിയെടുപ്പുകാരൊക്കെ. അങ്ങനത്തെ പെട്ടിയെടുപ്പുകാരെല്ലാം കൂടെയാണ് ഇവരെ തമ്മിൽ ശത്രുക്കളാക്കിയത്. എന്തായാലും പീച്ചിയിലേക്കുള്ള യാത്രക്കിടയിൽ തൃശ്ശൂർ ലൂർദ് പള്ളിക്ക് സമീപം വെച്ച് ചാക്കോയുടെ കാറ് ഒരു കട്ടവണ്ടിയിൽ തട്ടുകയും അതിനെ തുടർന്ന് ആ കാറിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ ചൊല്ലിയുള്ള തർക്കവുമാണ് ഒടുവിൽ ചാക്കോയുടെ രാജിയിലേക്ക് കലാശിക്കുന്നത്. അതോടുകൂടിയാണ് തുടക്കം മുതൽ ശങ്കർ ചാക്കോ അച്യുതണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ പ്രതിഭാസം പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയായിരുന്നു. അതോടുകൂടി ശങ്കറും ചാക്കോയും തമ്മിലുള്ള ബന്ധവും അറ്റു. ഏതാനും നാളുകൾക്ക് ശേഷം കുറ്റ്യാടിയിൽ ഒരു കേസിന് പോകുമ്പോൾ ചാക്കോ അവിടെ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരിക്കുകയായിരുന്നു. ചാക്കോ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആരും അറിയാതെ രാത്രിയിൽ തന്നെ കോട്ടയത്ത് എത്തിക്കാൻ വേണ്ടി ശങ്കർ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവാദമായത്. അന്നാണ് ഈ മുദ്രാവാക്യമുണ്ടായത്. ശങ്കര നേതാവാക്കിയ ചാക്കോ ചങ്കുപൊട്ടി മരിച്ചപ്പോൾ സങ്കടമുള്ളവർ കാണാതെ ശവം മറയ്ക്കാൻ നോക്കിയില്ലേ. ഈ മുദ്രാവാക്യം പിന്നീട് ആളിപ്പടരുകയായിരുന്നു. ഒടുവിൽ ചാക്കോയുടെ മരണത്തെ തുടർന്നാണ് കോൺഗ്രസിൽ 15 MLA വിമതരാകുകയും ശങ്കർ മന്ത്രിസഭയ്ക്ക് എതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും അങ്ങനെ അവർ വേറെ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് ജന്മമെടുക്കുന്നത്.